നമസ്കാരം. ടാറ്റയുടെ നേതൃത്വത്തിലുള്ള സ്റ്റുഡിയോ എന്ന് പറയുന്ന വസ്ത്ര വിൽപ്പന സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസമായിട്ട് കുറെ മതഭീകരവാദികളും സ്പോൺസേഡ് കലാപകാരികളും വിവിധയിടങ്ങളിൽ നടത്തുന്ന സമരത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. മാധ്യമങ്ങളിൽ വാർത്തയും ഒക്കെ വന്നു. ടാറ്റ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം ഇനിയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി വസ്ത്രം വാങ്ങുന്നെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് മാത്രം എന്ന തീരുമാനമെടുത്ത ചില ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. തന്റെ സ്വത്ത് മുഴുവൻ താൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ തന്റെ രാജ്യത്തിനായി നൽകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു വ്യക്തിയുടെ, അദ്ദേഹം മരിച്ചുപോയി, രത്തൻ ടാറ്റയുടെ ഒരു സ്ഥാപനമാണ്. ലോകമൊട്ടുക്ക് ഇന്ത്യയുടെ പ്രശസ്തിയും ഇന്ത്യയുടെ ആ ഒരു പ്രാപ്തിയും എത്തിച്ച ഒരു വലിയ ഒരു ഗ്രൂപ്പാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനു വേണ്ടി മിതമായ വിലയ്ക്ക് പുറത്തിറക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം പൂട്ടണം എന്ന് മതഭീകരവാദികൾ കൂട്ടം ചേർന്ന് തീരുമാനിച്ചാൽ അത് പൂട്ടിപ്പോകുമോ എന്നുള്ള ഒരു ചോദ്യവും ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഒരു എഴുത്താണ് കേട്ടോ, ഒരു ഫേസ്ബുക്ക് എഴുത്താണ്. എന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മുട്ടുസൂചി മുതൽ വിമാനം വരെ ദ്രവ്യമായും സേവനമായും ഒക്കെ നൽകി ഈ നാടിന്റെ കെട്ടുറപ്പ് ബലപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ടാറ്റ. കിട്ടുന്ന ലാഭത്തിന്റെ 50%-ലധികവും ഇന്നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന അവർ എന്റെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് എന്ന് ഇത് എഴുതിയ വ്യക്തി വിലയിരുത്തുന്നുണ്ട്. ടാറ്റ ഇന്ത്യൻ വസ്ത്ര വിപണിയിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിർമ്മിച്ച ഏറ്റവും വലിയ സ്ഥാപനമാണ് സ്റ്റുഡിയോ. 999 രൂപയ്ക്ക് മുകളിൽ ഉള്ള ഒരു ഉൽപ്പന്നവും ഇവിടെ വിൽക്കില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. രാജ്യം മുഴുവൻ സർവേ നടത്തി ചെറുപ്പക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രത്യേകമായ നിലവാരത്തിൽ ഡിസൈൻ ചെയ്തതാണ് അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും എന്നതും മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നൽകുക, അതും ഒരു പരസ്യം പോലും നൽകാതെ മറ്റു കടക്കാർ ചെയ്യുന്നത് പോലെ പ്രത്യേക ഉത്സവ കിഴിവുകളോ ഓൺലൈൻ ഓഫറുകളോ ഒന്നും അവിടെ ഉണ്ടാകില്ല. ഇപ്പോഴും എപ്പോഴും ഒരേ നിരക്കിൽ ഉള്ള വ്യാപാരം, അതും നേരിട്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങണം. ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനത അത്ഭുതകരമാവണ്ണം സ്റ്റുഡിയോയെ നെഞ്ചിലേറ്റി. ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്റ്റുഡിയോ ഉയർന്നു വരികയാണ്. സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്ക്. ഇത് കണ്ട് വിരളി പിടിച്ച ചില ഭീകരവാദികൾ അല്ലെങ്കിൽ ചിലർ ആണ് ഇപ്പോൾ മതമൗലികവാദികളെ ഇറക്കിവിട്ട് സ്റ്റുഡിയോയ്ക്കെതിരെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഹമാസിനെതിരെ ഉപയോഗിക്കുന്ന ആയുധം വികസിപ്പിക്കാൻ ടാറ്റയും പങ്കാളിയാണത്രേ. മുട്ടാപ്പോക്ക് പറഞ്ഞ് എന്റെ നാട്ടിലെ പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്ത് വില കൊടുത്തും പൂട്ടിക്കണം എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രാജ്യത്തെക്കാളും സഹജീവികളെക്കാളും ഇവിടുത്തെ ആവാസ സമ്പദ് വ്യവസ്ഥയെക്കാളും വലുത് സ്വന്തം മതമാണ് എന്ന് ശഠിച്ച് സ്വന്തം നാട്ടിലെ സ്ഥാപനങ്ങൾ നശിപ്പിച്ച് അന്യരാജ്യത്തെ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവർ നമ്മുടെയും ശത്രുക്കൾ തന്നെ. മതസ്നേഹം മതഭ്രമമായി മാറി സ്വന്തം നാടിന്റെ അസ്ഥിവാരം തൊണ്ണാൻ ശ്രമിക്കുന്ന അത്തരക്കാരെ തുറന്നു കാട്ടുകയും അവരെ യഥാവിധം പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്റെയും കടമയാണ്. അതിനാൽ എന്റെ നാടിന്റെ ജീവനാഡിയായ ടാറ്റയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഒപ്പം അന്യനാട്ടിലെ ഭീകരർക്കായി വാദിക്കുന്നവരോടും അത്തരം മനോഭാവം വച്ചു പുലർത്തുന്നവരോടും ഒന്നും മേലിൽ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്നും തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഒരു പോസ്റ്റർ, പെരുന്നാളിന് സ്റ്റുഡിയോ വസ്ത്രം വേണ്ട, ടാറ്റയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ ടാറ്റ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്രയും നാണം കെട്ടവന്മാരുണ്ടോ? ഇത്രയും മണ്ടന്മാരുണ്ടോ? അതിനിടയ്ക്ക് ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. നോട്ട് ഓൺലി 1500 crore ഇഫ് മൈ കൺട്രി ഈസ് ഇൻ ട്രബിൾ ഐ ആം റെഡി ടു ഡൊണേറ്റ് മൈ ഹോൾ പ്രോപ്പർട്ടി. എന്റെ രാജ്യത്ത് എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ മുഴുവൻ സ്വത്തുവകകളും എന്റെ രാജ്യത്തിന് വേണ്ടി നൽകാൻ തയ്യാറാണ് എന്ന് രത്തൻ ടാറ്റ പറയുന്ന ഒരു ചിത്രവും ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതിലുപരി രാജ്യത്തെ ഒരു സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ നട്ടെല്ലായ, രാജ്യത്തിന്റെ ജീവനാഡിയായ ഒരു സംരംഭത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നത് മത തീവ്രവാദികൾ ആദ്യമായി ചെയ്യുന്ന കാര്യമൊന്നുമല്ല, അവർ ഇനിയും ചെയ്യും. എന്താണ്? ഇവിടെ ഹമാസിനെ തകർക്കാനായി ആയുധം കൊടുത്തു, അല്ലെങ്കിൽ ആയുധത്തിന് വേണ്ട പ്രൊഡക്റ്റ്, അതിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സ്റ്റുഡിയോ ബഹിഷ്കരിക്കാനും അല്ലെങ്കിൽ ടാറ്റയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ നിനക്കൊക്കെ അതിനെ നേരം കാണും. ഈ ടാറ്റയുടെ ഇടയ്ക്കൊരു ട്രോളും കാണാൻ സാധിച്ചു. അതായത് ടാറ്റയുടെ ബഹിഷ്കരണവുമായി ചെന്നപ്പോൾ, വീട്ടിൽ പോകാൻ ചെന്നപ്പോൾ ടാറ്റയുടേതാണ് ബസ്, ഓട്ടോയിൽ കയറാൻ ചെന്നപ്പോൾ ടാറ്റയുടെ ഓട്ടോയാണ്, അതുപോലെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കഞ്ഞിക്കിടുന്ന ഉപ്പ് ടാറ്റ സോൾട്ടാണ്. അപ്പോൾ ടാറ്റയെ എങ്ങനെ ബഹിഷ്കരിക്കും എന്നാലോചിച്ച് ഈ ഹമാസോളികളും ഇവിടുത്തെ മത തീവ്രവാദികളും കിടന്ന് നട്ടം തിരിയുന്ന കാഴ്ച കാണാൻ സാധിച്ചു എന്ന ഒരു ട്രോളും ശ്രദ്ധയിൽപ്പെട്ടു. ടാറ്റയ്ക്കെന്ത് ഹമാസും, ടാറ്റയ്ക്കെന്ത് SIO എവിടെ കിടക്കുന്നു? ജമാഅത്തെ ഇസ്ലാമി എവിടെ കിടക്കുന്നു? ടാറ്റ ഇൻഡസ്ട്രീസും ടാറ്റ സൺസും അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പും എവിടെ കിടക്കുന്നു? ബഹിഷ്കരിച്ചോളൂ. നിങ്ങൾ ഒരാൾ ബഹിഷ്കരിച്ചാൽ 1000 പേർ ആ സ്ഥാപനത്തിൽ പോകാനും
ടാറ്റ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും തയ്യാറായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്, ലോകത്ത് അങ്ങോളം ഇങ്ങോളമുണ്ട് എന്നുള്ള കാര്യം ഈ മണ്ടന്മാർ ഓർക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങളോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ, പുച്ഛം മാത്രമേ ഉള്ളൂ.